ഹലോ ഗൈസ് അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നേരെ കൊച്ചിക്ക് പോകണം. അവിടെ ഒഡീസിന്റെ ചെറിയ ഷൂട്ട് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി ട്രെയിൻ കാത്തുക്കണം. ട്രെയിൻ വരെ ഏകദേശം 3 മണിക്കൂർ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ അജ്മൽ നേരെ ഫോണും കുത്തി ചാറ്റിങ് തുടങ്ങി. ഓർക്കാലോ ഓൻ സെലിബ്രിറ്റി അല്ലേ, ഓന് കുട്ടികളൊക്കെ മെസ്സേജ് അയക്കാൻ. നമുക്ക് പിന്നെ ചാറ്റ് ചെയ്യാറില്ലാത്ത നമ്മൾ നേരെ പുറത്തിറങ്ങി മീൻ മാർക്കറ്റിക്ക്. അങ്ങനെ ഏതായാലും ഞങ്ങൾ ട്രെയിനുണ്ട് തൊട്ടപ്പുറത്ത് നോക്കി വേണ്ടി വിജയദേവര കൊണ്ടുവരുന്ന മാറ്റുള്ള അവിടെ കിടന്നുറങ്ങുന്നു. അങ്ങനെ സമയം ഏകദേശം രാവിലെ കണ്ണുറന്ന് നോക്കിയപ്പോണ്ട് ഒരാൾ മുന്നിൽ. അങ്ങനെ രാവിലത്തെ കണി ഗംഭീരാന്റെ സന്തോഷം ഞങ്ങൾ ഈ മോത്തിക്കാണ്. അങ്ങനെ മുഖം നോക്കാൻ വേണ്ടി ഒന്ന് ക്യാമറ കാണിക്കുന്നത്. അപ്പൊ ഒരു കുട്ടിച്ചാത്തന്റെ തലന്റെ മേലെ. അങ്ങനെ തൊട്ടപ്പുറത്തൊക്കെ ഒരു കാക്കണം. നിങ്ങളോട് കണ്ടുപരിചയണ്ടല്ലോ നിന്നോട്. ഞാനൊക്കെ കൊല്ലത്ത് 3 ദിവസം പുറത്തിറങ്ങുള്ള അയക്കാൻ. അങ്ങനെ എല്ലാ കുലുമാലും ഞങ്ങൾ ഒരു കൊച്ചി പോയിട്ടിറങ്ങി. അങ്ങനെ അതിന്റെ പുറത്തിറങ്ങിയപ്പോൾ നമ്മളെ ക്യാമറ നമ്മളെ കൂട്ടാൻ വന്നിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം ഷൂട്ട് ഇടാൻ പറ്റി മുതൽ ഡ്രസ്സ് പോയിരുന്ന സ്ഥലത്ത്. അങ്ങനെ കൂട്ടത്ത് വെള്ളക്കുപ്പായിട്ട് നമ്മൾ ഒഡീസിന്റെ ബ്രാൻഡ് മാനേജർ. മൂന്നാളും വെള്ളമുള്ള എങ്ങനെ മനസ്സിലാവും. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ സ്റ്റുഡിയോ കണ്ടു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അങ്ങനെ സ്റ്റുഡിയോ കയറിയപ്പോൾ അജ്മൽ നേരെ ഷൂട്ടിന് പോയി. ഞാനവിടെ മൊത്തം ചുറ്റി കണ്ടു. അങ്ങനെ ഈ പെരുന്നാൾ പ്രമാണിച്ച് ഒഡീസിന്റെ 3-4 കിടിലം മോഡൽ വരുന്നുണ്ടല്ലോ, തുണിയൊക്കെ കൊടുത്ത് കിടിലം സാധനം. അതിന്റെ ഷൂട്ടാണ് മെയിൻ ആയിട്ട് അവിടെ നടന്നത്. അപ്പോൾ അത് നമുക്ക് പെരുന്നാൾ കാണാൻ സെറ്റാണ് സാധനം. സാധനം ഇതൊക്കെ സ്കൂൾ കൊണ്ടല്ല ക്യാ ലടുക്ക എത്തിരി ആൻസ് എന്നൊക്കെ പറയും കുട്ടികളൊക്കെ അന്മാരി സാധനം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അജ്മൽ ഷൂട്ട് എടുത്ത് ഭയങ്കര തിരക്കിലാട്ടോ. അങ്ങനെ ക്ഷീണം മാറ്റാൻ നമുക്ക് ഒരു പിസ കിട്ടി. അങ്ങനെ അജ്മലിന്റെ ഷൂട്ട് കഴിഞ്ഞ് എന്റെ വീഡിയോ എടുത്ത് ഞങ്ങൾ നേരെ പുറത്താണ്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ നേരെ ഹോട്ടൽ കണ്ടിട്ട്. അങ്ങനെ ഇതാണ് ഹോട്ടൽ. ഇവിടെ ഉള്ളിൽ പേരും അഡ്രസ്സും പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡി വേണ്ടി കൊടുക്കണേ. പിന്നെ ഇതാണ് ഇതാർപ്പായിട്ട് ആളാണ് ഇതിന്റെ ഓണർ. അങ്ങനെ ഉള്ളിൽ സ്ഥലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിൽ കണ്ടു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ബിരിയാണി അടിച്ചു. മൂപ്പരിന്റെ തന്തവൈവോട് മൂപ്പർക്ക് ഓണം തന്നെ വേണമല്ലോ. അങ്ങനെ ചോറ് കഴിഞ്ഞപ്പോൾ അനുസരിക്കാണ്ടതല്ല. ഞാനും അജ്മലിന്റെ അരി കാണാൻ ചെറുപ്പത്തല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പരായിട്ട് ഒഡീസിന്റെ ബ്രാൻഡ് മാനേജർ കണ്ടാവരില്ലട്ടോ 30 വയസ്സുണ്ട് ചങ്ങായിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ പോയി. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ ഒരു പാവം തന്ത ബുക്കും വായിച്ചിരിക്കും. അങ്ങനെ ടൈം രാത്രി ഞങ്ങൾ തിരുവ് പോയി ഇറങ്ങി. അപ്പോൾ ശരി, നടത്തി വീട്ടിൽ ബൈ.